ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി ആൻഡ് മീയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെളുത്ത ഷൂസുകൾ നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. പല സ്കൂളിലും വെളുത്ത ഷൂസ് യൂണിഫോമിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ ഏത് വസ്ത്രത്തിന്റെ കൂടെയും സ്റ്റൈൽ ചെയ്യുന്ന ഒന്നാണ് വെളുത്ത നിറത്തിലുള്ള കാഷ്വൽ സ്നീക്കേഴ്സ്. എന്തിനു പറയുന്നു, സാരിക്കൊപ്പം നമ്മളിപ്പോ സ്റ്റൈലായിട്ട് സ്നീക്കേഴ്സ് ധരിക്കാറുണ്ട്. വെളുത്ത നിറമായതുകൊണ്ട് തന്നെ ഏത് വസ്ത്രത്തിന്റെ ഒപ്പം നമുക്കിത് ധരിക്കാൻ പറ്റും. പക്ഷേ വെള്ള ഷൂസ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് അഴുക്ക് പറ്റുന്നതിനാൽ ഓരോ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് വൃത്തിയാക്കി വെക്കേണ്ടി വരുന്നു. ചില സമയങ്ങളിൽ എത്ര തന്നെ വൃത്തിയാക്കിയാലും അതിന്റെ ആ ഒരു വെള്ള നിറം തിരിച്ചു കിട്ടണമെന്നില്ല. എന്നാൽ ഇതിനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വെളുത്ത നിറം ലഭിക്കുകയും ചെയ്യും, സമയവും ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വെള്ള ഷൂ നല്ല പുതിയതുപോലെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് കണ്ടു, എൻ്റെ ഈ ഒരു വെളുത്ത ഷൂവിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തത് നമ്മുടെ വീടിന് പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ബ്ലൂ കളറുള്ള ഷീറ്റായിരുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബ്ലൂയിഷ് കളർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ശ്രദ്ധിച്ചത്. കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെച്ചെടുത്തതിന് ശേഷം ബാക്കി ഞാൻ വീടിന്റെ അകത്ത് വെച്ചാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഷൂവിൽ എത്രത്തോളം അഴുക്കുണ്ടെന്നൊക്കെ നല്ല പോലെ അഴുക്കുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ ഈ ലേസൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയെടുക്കുകയാണ്. ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കയ്യിലുള്ള സോപ്പ് പൊടി ഏതാണോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ലിക്വിഡ് ഡിറ്റർജന്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെള്ള കളറിലുള്ള ടൂത്ത് പേസ്റ്റ് വേണം. വെളുത്ത പേസ്റ്റ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ ഈ ഷൂവിൻ്റെ കളർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. നല്ല ചെളിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തയ്യാറാക്കിയ സൊല്യൂഷനിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഷൂസ് എപ്പോഴും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ഷൂസിന്റെ മുകൾ ഭാഗവും സൈഡൊക്കെ കഴുകാൻ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ ഒരിക്കലും ഒരു ഹാർഡായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഒരു ടൂത്ത് ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് ഞാൻ ആദ്യം തയ്യാറാക്കിയ സൊല്യൂഷനിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ ഈ ഷൂവിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഷൂവിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം അഴിച്ചു വെച്ചിരിക്കുന്ന ഷൂ ലേസ് ബാക്കിയുള്ള ആ സൊല്യൂഷനിലേക്ക് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഷൂ ഒന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നേരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ഉരച്ചു കൊടുക്കാം. നല്ല ഹാർഡായിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഷൂവിൻ്റെ എല്ലാ സൈഡും ഉൾഭാഗവും സൈഡും പിന്നെ ആ ഹോളുള്ള സ്ഥലമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മമ്മൂസ് അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തൊരു തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഇതിൻ്റെ ഈ പേസ്റ്റിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം പിഴിഞ്ഞ് തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതേ ഈ വൈറ്റ് ഷൂ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചും ഈ ഒരു ഷൂ തുടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അതേ നമ്മുടെ വൈറ്റ് ഷൂ നല്ല പോലെ വൃത്തിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട വൈറ്റ് ഷൂവും ഈ ഒരു വൈറ്റ് ഷൂവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് കളറിലുള്ള ഷൂവ് നല്ല പോലെ പുതിയതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ആദ്യം ആ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ഷൂ ലേസ് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ ചെളി പിടിച്ച വൈറ്റ് കളറുള്ള ഷൂസ് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഷൂസൊക്കെ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ അതിൻ്റെ ലൈഫ് നീണ്ടു നിൽക്കും എന്നാണ് പല ഷൂസ് കമ്പനികളും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂസ് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പല ഫ്രണ്ട്സും ഉണ്ടാകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.